എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. രാമകാവ്യത്തിൻ്റെ ഓരോ ദിനങ്ങൾ നമ്മളിലൂടെ കടന്നു പോകുമ്പോൾ ഭഗവാൻ ഉളനാട് ഉണ്ണിക്കണ്ണൻ നമുക്ക് അനുഗ്രഹദായകനായിട്ട് ഓരോ വിധത്തിൽ നമ്മളോടൊപ്പം വന്നു ചേരുകയാണ്. ഇനി ആണ്ടുചിറപ്പ് വരുന്നു. അതിനുശേഷം ഒരുപാട് ചടങ്ങുകൾ ഉളനാട് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ട് ഇനിയും വരാനുണ്ട്. അവയുടെയൊക്കെ ഭാഗങ്ങളാകാൻ നല്ലവരായിരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മളുടെ രാമകാവ്യത്തിൻ്റെ ഈ കർക്കിടക മാസത്തിൻ്റെ പുണ്യമാർന്ന ഈ ദിവസം നമ്മൾ ഇന്ന് തുടങ്ങുന്നത് സേതുബന്ധനം എന്ന് പറയുന്ന വിഷയത്തെ പറ്റിയാണ്. കാരണം എങ്ങനെയാണ് ഈ കരയിൽ നിന്നും കടല് കടന്ന് ലങ്കയിലേക്ക് ചെല്ലേണ്ടത് എന്ന് എല്ലാവരും കൂടി ആലോചിക്കുമ്പോൾ അപ്പം അതിനാദ്യം പറയുന്ന ഒരു മാർഗം എന്ന് പറയുന്നത് ഈ കടലിൻ്റെ ദേവതയായിരിക്കുന്ന വരുണനായിരിക്കുന്ന ജലത്തിൻ്റെ അധിപതിയായിരിക്കുന്ന ദേവതയോട് തന്നെ നമുക്ക് ചോദിക്കാം. അദ്ദേഹം അത് ഒന്നുകിൽ ആ കടൽ മാറി തരട്ടെ. ആ കടൽ മാറി തന്നു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ഭഗവാൻ പറയുന്നുണ്ട്, അതിനെന്താ, ഞാൻ വരുണനോട് പറയാം, ഞാൻ പറഞ്ഞാൽ വരുണൻ അത് കേൾക്കും. അപ്പോൾ ആ ഒരു താല്പര്യത്തോടു കൂടി എല്ലാവരും കൂടി ചെന്ന് സമുദ്രത്തിൻ്റെ അടുക്കൽ ചെന്ന് നിന്ന് തൊഴുത് പ്രാർത്ഥിക്കുമ്പോൾ ആ കടലിൽ യാതൊരു വിധമായിരിക്കുന്ന മാറ്റങ്ങളും ഉണ്ടാകുന്നില്ല എന്ന് കണ്ട് രാമൻ ക്രുദ്ധനായിക്കൊണ്ട് അദ്ദേഹം ലക്ഷ്മണനോട് പറഞ്ഞു, നീ ആദ്യം എളുപ്പം ശരമെടുത്തുകൊണ്ട് വരൂ. ഇപ്പോൾ തന്നെ ഞാൻ ഈ സമുദ്രത്തിലേക്ക് ശരങ്ങൾ അയച്ച് ഇതിലെ ജലങ്ങളെ ഞാൻ ഭിന്നിപ്പിച്ച് മാറ്റിക്കൊള്ളാം, അതിനെ വിഘടിപ്പിച്ച് ഞാൻ മാറ്റിക്കൊള്ളാം. അത് ഞാൻ പ്രാർത്ഥിച്ചിട്ടും ഞാൻ പറഞ്ഞിട്ടും കേൾക്കുന്നില്ല എങ്കിൽ സഗരൻ വളർത്തിയ സമുദ്രത്തിൻ്റെ ചൈതന്യത്തെ മാറ്റിയെടുക്കുവാൻ എനിക്ക് നിഷ്പ്രയാസം സാധിക്കുമെന്ന് രാമൻ ക്രോധത്തോടു കൂടി പറയുന്നത് കേട്ടപ്പോൾ തന്നെ വരുണനായിരിക്കുന്ന ജലത്തിൻ്റെ ദേവത അവിടെ പ്രത്യക്ഷനായിക്കൊണ്ട് അദ്ദേഹം പറയുകയാണ്, അങ്ങ് എന്നോട് ക്രോധനായിട്ടൊന്നും കാര്യമില്ല. കടല് മാറിപ്പോകുക എന്ന് പറയുന്നത് അസംഭവ്യമായിരിക്കുന്ന ഒരു കാര്യമാണെന്ന് അങ്ങേക്കറിയാം. അത് പ്രകൃതിയുടെ നിയമത്തിന് എതിരാണെന്നും അങ്ങേക്കറിയാം. പക്ഷെ അങ്ങയുടെ സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങ് ദേഷ്യത്തോടു കൂടി സംസാരിക്കാതെ യുക്തിപൂർവം അങ്ങ് ചിന്തിക്കൂ. ഞാൻ അതിനൊരു മാർഗം പറഞ്ഞു തരാം. അതായത് നളൻ എന്നു പേരുള്ള ഒരാളുണ്ട് ഈ വാനരന്മാരുടെ കൂട്ടത്തിൽ. വിശ്വകർമാവിൻ്റെ മകനാണ് നളൻ എന്ന ഈ വാനരൻ. അദ്ദേഹത്തിന് ചിറ നിർമ്മിക്കുവാനുള്ള കഴിവുണ്ട്, അറിവുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നളൻ വന്ന് ചിറ നിർമ്മിക്കട്ടെ. അപ്പോൾ ഈ ചിറയിലേക്ക് കൊണ്ടിടുന്ന ഒരു ഇലക്കഷ്ണമാണെങ്കിലും ഒരു കല്ലിൻ്റെ കഷ്ണമാണെങ്കിലും എല്ലാം ജലത്തിൻ്റെ ഉപരിഭാഗത്ത് ഞാൻ താങ്ങി നിർത്തിക്കൊള്ളാം. ഇപ്പോൾ ഒരുപാട് കല്ലുകളുടെ ആവശ്യം വരുന്നില്ല. ഓരോ കല്ലുകളും കൊണ്ടിടുമ്പോൾ ഞാനത് വേണ്ട വിധത്തിൽ ചെയ്തു കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന വാനരന്മാരെല്ലാവരും കൂടി അവർ കിട്ടുന്ന കല്ലുകളും മണ്ണുകളും എല്ലാം കൊണ്ടുവന്ന് ഇങ്ങനെ ആ സമുദ്രത്തിൻ്റെ ഉപരിതലത്തിലേക്കിട്ട് അത് നല്ല ഒരു ചിറ ഉണ്ടാക്കിയെടുത്തു. ഇതിനോടനുബന്ധിച്ച് ഒരുപാട് കൊച്ചു കൊച്ചു കഥകളുമൊക്കെ പ്രചരിക്കുന്നുണ്ട്. ആദ്യം കല്ലിട്ടപ്പോൾ കല്ല് താന്നുപോയി. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു. അപ്പോൾ ഹനുമാൻ സ്വാമിയോട് ചെന്ന് ചോദിച്ചപ്പോൾ ഹനുമാൻ സ്വാമി കൊണ്ടിടുന്ന കല്ല് മാത്രം താഴുന്നില്ല. അതെന്താണെന്ന് നോക്കിയപ്പോൾ ഹനുമാൻ സ്വാമി ഒരു കല്ലെടുത്ത് ആ കല്ലിൽ രാമ എന്ന് എഴുതിയിട്ടാണ് കൊണ്ടിടുന്നത്. അപ്പോൾ പിന്നീട് എല്ലാവരും അങ്ങനെ ചെയ്തപ്പോഴും അതങ്ങനെ ചെയ്തു എന്നും ഒരു അണ്ണാന് വന്ന് ആദ്യം ഇങ്ങനെ എല്ലാവരും കൊണ്ടുവന്ന് കല്ലിടുന്ന സമയത്ത് ഒരണ്ണാൻ വന്നിട്ട് ആ വെള്ളത്തിലേക്ക് എടുത്ത് ചാടുന്നു. പിന്നെ തിരികെ കരയിൽ വന്നിട്ട് ഉരുളുന്നു. പിന്നെ അത് ചെന്ന് വീണ്ടും കടലിൽ ചെന്ന് ഇരിക്കുന്നു. കടലിൽ ചെന്നെടുക്കുന്നു. അപ്പോൾ മണ്ണെല്ലാം അതിലേക്ക് പോകുന്നു. അപ്പോൾ ഇത് കണ്ട ശ്രീരാമസ്വാമി ആ അണ്ണാനെ വിളിച്ച് സന്തോഷത്തോടു കൂടി
തൻ്റെ ഈ ഒരു വലിയ കാര്യത്തിന് നിന്നെക്കൊണ്ട് കഴിയുന്ന കാര്യം നീ കൂടി ചെയ്യുന്നല്ലോ, അണ്ണാങ്കുഞ്ഞും തന്നാലായത് ചെയ്യുന്നല്ലോ എന്ന് സന്തോഷത്തോടുകൂടി ആ അണ്ണാൻ്റെ പുറത്ത് തടവിയപ്പോൾ 3 വരകൾ വീണു എന്നുമൊക്കെ നമ്മൾ കഥകളിലൂടെയൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തിരുന്നാലും ശരി, അതൊരു വലിയ കാര്യമാണ് അണ്ണാങ്കുഞ്ഞും തന്നാലായതെന്ന് പറഞ്ഞതുപോലെ നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരവരാൽ കഴിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പ്രയോജനകരമായിരിക്കുന്ന വലിയ കാര്യങ്ങൾ ചെയ്യുന്നവരോടൊപ്പം നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ കൂടി ചെയ്തു കൊടുക്കാൻ നമുക്ക് സാധിക്കപ്പെടുന്നത് ഒരു വലിയ കാര്യമാണ് എന്ന് രാമായണം നമ്മളെ ബോധിപ്പിക്കുന്നുണ്ട്. അങ്ങനെ സേതുബന്ധനമെല്ലാം കഴിഞ്ഞ് അങ്ങനെ ലങ്കയിൽ വരെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവിടെ നിന്നും അവർ യുദ്ധത്തിനായിട്ട് രാവണാദികളെല്ലാം യുദ്ധത്തിനായിട്ട് തയ്യാറാകുന്നു. അപ്പോൾ രാവണാദികളെല്ലാം യുദ്ധത്തിനായിട്ട് തയ്യാറാകുന്ന സമയത്ത് അതിനു മുമ്പ് രാവണൻ്റെ ആജ്ഞപ്രകാരം വന്ന ശുകൻ എന്ന് പറയുന്ന ഭൃത്യൻ അതിനെ തിരിച്ചു വിടുന്നുണ്ട് രാമൻ്റെ അടുക്കൽ നിന്നും ശുകൻ ചെന്ന് ലങ്കാധിപതിയായിരിക്കുന്ന രാവണൻ്റെ അടുക്കൽ ചെന്നിട്ട് പറയുന്നുണ്ട്, ഭൃത്യനായിരിക്കുന്ന നീ എന്താണ് താമസിച്ചു പോയതെന്ന് ചോദിക്കുമ്പോൾ ശുകൻ പറയുന്നുണ്ട്, ഞാൻ രാമൻ്റെ മഹത്വങ്ങളെപ്പറ്റി പറയാനാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. കാരണം അവിടെ ചെന്ന് കണ്ട് അവരോടൊപ്പം കുറച്ച് ദിവസങ്ങൾ വസിച്ചു കഴിഞ്ഞപ്പോൾ അറിയാതെ ഞാൻ രാമഭക്തനായി പോയി. അതോടൊപ്പം തന്നെ എനിക്കവിടെ വലിയ രാമനെ സംബന്ധിച്ച് വലിയ കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് അങ്ങ് ദയവായിട്ട് സീതാദേവിയെ തിരികെ ഏൽപ്പിക്കൂ എന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ടുള്ള രാവണന് ദേഷ്യം വന്നിട്ട് രാവണൻ ചന്ദ്രഹാസം എടുത്തിട്ട് പറഞ്ഞു, നിന്നെ എനിക്ക് കൊല്ലണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ നീ ഒരുപാട് നല്ല കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. ഭൃത്യനായിരിക്കുന്ന നീ ഒരാചാര്യനെ പോലെ എന്നോട് സംസാരിക്കുന്നുവോ? അതുകൊണ്ട് നിന്നെ കൊല്ലാൻ എനിക്ക് തോന്നുന്നില്ല. പക്ഷെ കൊല്ലേണ്ടതാണ് നിന്നെ. നീ വലിയ ഭൃത്യനായിട്ടിരിക്കുന്ന ആൾ, നീ എന്നെ ഉപദേശിക്കാനൊട്ടും ആയിട്ടില്ല. അതുകൊണ്ട് എത്രയും വേഗം നീ ഇവിടെ നിന്ന് പൊയ്ക്കോളാൻ പറഞ്ഞ് ശുകനെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നുണ്ട്. ഈ ശുകനെന്ന് പറയുന്ന ആൾ നിസ്സാരക്കാരനല്ല. പണ്ട് അദ്ദേഹം ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠനായിരുന്നു. അപ്പോൾ അദ്ദേഹം ആ കാലത്ത് ഒരുപാട് ഋഷീശ്വരന്മാരോട് ചെന്ന് സംസാരിക്കുകയും അവരിൽ നിന്ന് അറിവുകളൊക്കെ സ്വീകരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വജ്രദംഷ്ട്രൻ എന്ന് പറയുന്ന ഒരു അസുരൻ ഇത് കണ്ടിട്ട് ശുകൻ ഈ ബ്രാഹ്മണ ശ്രേഷ്ഠനെ ഏതെങ്കിലും വിധത്തിൽ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് മാർഗമെന്ന് ചിന്തിക്കുന്നു. അത് പ്രത്യേകിച്ച് അതിന് കാരണങ്ങളൊന്നുമില്ല. പക്ഷേ കാരണം ഇത്രയേ ഉള്ളൂ, ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ മറ്റൊരാളെ പറ്റി നല്ല കാര്യങ്ങൾ പറയുമ്പോൾ, അതിനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ 2 പേര് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരാളുടെ നല്ല കാര്യങ്ങൾ കൂടുതൽ പറയാൻ ശ്രമിക്കപ്പെട്ടാൽ കേട്ടുകൊണ്ട് നിൽക്കുന്ന ആളിന് അതൊരു അസ്വസ്ഥതയുണ്ടാകുമെന്നുള്ളതാണ്. അത് നമ്മൾ ശ്രദ്ധിച്ചു നോക്കില്ല, അവരുടെ മുഖഭാവം മാറും. ചിലപ്പോൾ അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റാതെ അവർ ഭയങ്കരമായിട്ട് പ്രതികരിക്കും. ഇപ്പോൾ ചിലരുടെ പ്രവൃത്തികൾ കാണുമ്പോൾ തന്നെ നമുക്കത് അംഗീകരിക്കാൻ പറ്റാത്തൊരു സ്ഥിതി വരുമെന്നാണ്. അപ്പോൾ അങ്ങനെ അംഗീകരിക്കപ്പെടാൻ പറ്റാത്ത അത്രമാത്രം നല്ല ഒരാളായിരുന്നു ഈ ശുകൻ്റെ മുൻജന്മത്തിലുള്ള ബ്രാഹ്മണ ശ്രേഷ്ഠ സ്വഭാവമുള്ള ജന്മം. പക്ഷേ ഈ വജ്രദംഷൻ ഇതൊന്നും കണ്ടിട്ട് അങ്ങോട്ട് മാനസികമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റാതെ അദ്ദേഹം എങ്ങനെ ഇദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യാം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരിക്കൽ അഗസ്ത്യമുനി ഈ ബ്രാഹ്മണ ശ്രേഷ്ഠൻ്റെ അടുക്കൽ ചെല്ലുന്നത്. അപ്പോൾ അഗസ്ത്യമുനി എന്നിട്ട് പറഞ്ഞു, ഞാൻ ഭക്ഷണം കഴിക്കണം, എനിക്ക് വിശക്കുന്നു, ഞാൻ പോയി കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സമയത്ത് വജ്രദംഷൻ എന്ത് ചെയ്തു, വീണ്ടും ഒരു അഗസ്ത്യമുനിയുടെ വേഷം ധരിച്ചുകൊണ്ട് അവിടെ ചെന്നിട്ട് ഈ ബ്രാഹ്മണനോട് പറയുന്നു, എനിക്ക് ഭക്ഷണം കഴിച്ചതോടൊപ്പം തന്നെ എനിക്ക് ആട്ടിറച്ചിയും കൂടി എനിക്ക് വേണം, മാംസാഹാരം എനിക്ക് കഴിക്കണം എന്ന് പറയുന്നു. അപ്പോൾ ഇവർ വിചാരിച്ചു യഥാർത്ഥ അഗസ്ത്യമുനി ആയിരിക്കും പറഞ്ഞതെന്ന്. അപ്പോൾ അങ്ങനെ വിചാരിച്ചു കൊണ്ടിരുന്ന അവർ ഇതെല്ലാം തയ്യാറാക്കി വെച്ചു. അപ്പോൾ അഗസ്ത്യമുനി വന്ന് കഴിക്കാൻ തുടങ്ങുമ്പോൾ ഈ ആട്ടിറച്ചി വിളമ്പുന്നത് കണ്ടിട്ട് ക്രുദ്ധനായിരിക്കുന്ന അഗസ്ത്യമുനി ഈ ബ്രാഹ്മണനെ ശപിക്കുകയാണ്, നീ തന്നെ ഒരു മോശമായിരിക്കുന്ന ആഹാരങ്ങൾ കഴിക്കുന്ന രാക്ഷസകുലത്തിൽ ചെന്ന് പിറന്ന് ആ സ്വഭാവമുള്ളവനായി മാറട്ടെ എന്ന് ശപിച്ചു. അപ്പോൾ ഈ ബ്രാഹ്മണശ്രേഷ്ഠൻ തന്നെ പറഞ്ഞു, അങ്ങ് പറഞ്ഞിട്ടാണ് ഞാനിത് തയ്യാർ ചെയ്തത്, പിന്നെ അങ്ങ് എന്തിനാണ് എന്നെ ശപിക്കുന്നത്? ജ്ഞാനദൃഷ്ടിയാൽ മനസ്സിലാക്കിയ അഗസ്ത്യമുനി താനിതൊന്നും ആലോചിക്കാതാണല്ലോ ഇതെല്ലാം പറഞ്ഞത് എന്ന് മനസ്സിലാക്കി അഗസ്ത്യമുനി പറഞ്ഞു, നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, നിനക്കൊരു വലിയ ഭാഗ്യത്തെ ഞാൻ അനുഗ്രഹമായി നൽകാം. കുറേ കാലം കഴിഞ്ഞ് ഉടൻ തന്നെ നീ രാവണാദികളുടെ അടുക്കലേക്ക് പൊയ്ക്കോളൂ.
അവിടെ ശ്രീരാമചന്ദ്രൻ്റെ അടുക്കലേക്ക് നിനക്ക് പോകേണ്ടതായി വരുന്നൊരു സാഹചര്യം ഉണ്ടാവും. മഹാവിഷ്ണുവിൻ്റെ അവതാരം, ആ അവതാര ചൈതന്യമായിരിക്കുന്ന രാമനെ കാണാൻ പോകുമ്പോൾ രാമനോടൊപ്പം വസിച്ചുകൊണ്ട് രാമനിൽ നിന്ന് നിനക്ക് അനുഗ്രഹങ്ങളും ദിവ്യ ശക്തിയും തത്വങ്ങളും ജ്ഞാനവും നിനക്ക് കിട്ടും. ആ കിട്ടിയ ജ്ഞാനത്തെ നീ രാവണന് പകർന്നു കൊടുക്കുവാൻ നിനക്ക് സാധിക്കട്ടെ. അതിലൂടെ നീ ഏറ്റവും ശ്രേഷ്ഠനായിരിക്കുന്നവനായി, ലോകത്തിന് മുഴുവൻ പ്രാധാന്യമുള്ളവനായി മാറിക്കൊള്ളും. അതുകൊണ്ട് നിനക്ക് നന്മ വരട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. അദ്ദേഹമാണ് ഈ ഭൃത്യനായിട്ട് വന്നത് എന്നുള്ളതാണ്. അത് കഴിഞ്ഞപ്പോഴാണ് ഈ യുദ്ധത്തിൻ്റെ ആ സാഹചര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ മാല്യവാൻ എന്ന് പറയുന്ന, അതായത് രാവണൻ്റെ അമ്മയുടെ അച്ഛൻ, മുത്തശ്ശൻ വന്ന്, മാല്യവാൻ വന്ന് രാവണനോട് പറയുന്നുണ്ട്, നീ ഈ കാണിക്കുന്നതൊക്കെ രാക്ഷസകുലത്തെ തന്നെ ഇല്ലായ്മ ചെയ്യുന്നതാണ്. നിൻ്റെ ഒരു ഉള്ളിലിരിക്കുന്ന ഒരു ആഗ്രഹത്തിന് വേണ്ടി നീ ഈ രാക്ഷസകുലത്തെ മുഴുവൻ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നീ തയ്യാറാവരുത്. അപ്പം അതുകൊണ്ട് നീ ഇപ്പോഴെങ്കിലും നിനക്ക് സമയമുണ്ട്, നീ ഇതിൽ നിന്നും പിന്മാറണം. പക്ഷേ മുത്തശ്ശൻ്റെ വാക്കുകൾ പോലും ഒരു രീതിയിലും കേൾക്കാൻ തയ്യാറാകാതെ അവിടെ നിന്നും യുദ്ധത്തിൻ്റെ ആരംഭത്തിനായിട്ട് രാവണൻ തുടങ്ങുകയാണ്. കിഴക്കേ ഗോപുരനടയിൽ നീലനും സേനയും, തെക്കേ നടയിൽ അംഗദനും, പടിഞ്ഞാറേ ഗോപുരനടയിൽ ഹനുമാനും, വടക്കേ ദിക്കിൽ സുഗ്രീവനും ലക്ഷ്മണനും വിഭീഷണനും എന്നിവരോടൊപ്പം ശ്രീരാമനുമൊക്കെ തയ്യാറായി ചെന്ന യുദ്ധത്തിനായി നിന്നു. അന്നേരം അവിടെ നിന്നും വലിയ യുദ്ധത്തിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ അങ്ങ് ശിംശപാവൃക്ഷ ചുവട്ടിലിരുന്ന സീതയ്ക്ക് വളരെയധികം ദുഃഖമായി. എന്തും സംഭവിക്കാമല്ലോ എന്നുള്ള ഭയം. അപ്പോൾ വിഭീഷണൻ്റെ ഭാര്യയായിരിക്കുന്ന സരമ എന്ന വിഭീഷണൻ്റെ പത്നി എന്ന് സീതയോട് പറയുന്നുണ്ട്, നീ എന്തിനാണ് ഇത്ര വിഷമിക്കുന്നത് സീതേ? നിനക്ക് രാമനെ അറിയില്ലേ? ലക്ഷ്മണനെ അറിയില്ലേ? ഇവിടെ ഇത്രയും കാര്യങ്ങൾ ചെയ്ത ഹനുമാനെ അറിയില്ലേ? നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. എല്ലാം നല്ലത് സംഭവിക്കാനായി പോകുന്നു. നീ അതുകൊണ്ട് എത്രത്തോളം സന്തോഷവതിയായിട്ട് ഭർത്താവിന് വേണ്ടിയിട്ട് നീ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ കേട്ടുകൊണ്ട് യുദ്ധങ്ങളിങ്ങനെ പല വിധത്തിൽ തുടങ്ങാനായിട്ട് തുടങ്ങുന്നു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാക്പോരുകൾ നടത്തി. വജ്രദംഷ്ടൻ യുദ്ധത്തിനായിട്ട് ചെന്നു. അങ്ങനെ അനവധി അസുരന്മാരൊക്കെ യുദ്ധത്തിനായിട്ടൊക്കെ ചെല്ലുന്നു. അതിൻ്റെ ലങ്കയിലെ 4/1 പടയുടെ അധിപനായിരിക്കുന്ന പ്രഹസ്തന്, കുംഭകന്, മഹാനാഥന്, ദുർമുഖന്, സന്മുതന്, ഇങ്ങനെ 4 മന്ത്രിമാർ സഹിതം യുദ്ധത്തിനായിട്ട് അവർ പോകുന്നു. പലരും പല വിധത്തിൽ രാക്ഷസകുലത്തിന് നാശങ്ങൾ സംഭവിച്ചിരിക്കുമ്പോഴാണ് രാവണൻ യുദ്ധത്തിനായിട്ടിറങ്ങുന്നത്. രാവണൻ യുദ്ധത്തിനായിട്ടിറങ്ങി. ആ രാവണൻ്റെ യുദ്ധങ്ങളെല്ലാം ഒരു യുദ്ധമൊക്കെ ചെയ്ത് ഒരുവിധം വാനരന്മാരെ എല്ലാം ഇല്ലായ്മ ചെയ്തുകൊണ്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഇനി അടുത്ത യുദ്ധത്തിനായിട്ട് പോകേണ്ടത് കുംഭകർണനാണ്. അങ്ങനെ കുംഭകർണനെ ഉണർത്തി കഴിഞ്ഞപ്പോൾ കുംഭകർണനോട് പറഞ്ഞു, നീ വേണം യുദ്ധത്തിന് പോകാൻ. അപ്പോൾ കുംഭകർണൻ തൊഴുതുകൊണ്ട് പറഞ്ഞു, ജ്യേഷ്ഠ, ഞാൻ അങ്ങയോട് എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. എന്തുകൊണ്ടാണ് ഞാൻ പറയുന്ന കാര്യം അങ്ങൊക്കെ മനസ്സിലാക്കാൻ സാധിക്കാത്തതെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോകുന്നു. ഇത്രയും 10 തലയുടെ ബുദ്ധിയുള്ള ആളാണ് എൻ്റെ ജ്യേഷ്ഠനായിരിക്കുന്ന, എൻ്റെ പിതൃതുല്യനായിരിക്കുന്ന അല്ലയോ രാവണ അങ്ങ്. അങ്ങയ്ക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം പറഞ്ഞിട്ടും അങ്ങയ്ക്ക് എന്തുകൊണ്ട് ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല? ഒരാൾ പോലും അങ്ങ് ചെയ്തത് ശരിയാണ് എന്ന് പറയുന്നില്ല. എല്ലാവരും അങ്ങയോട് ചെയ്തത് തെറ്റാണ്. ആ തെറ്റ് തിരുത്തുവാനായി പറഞ്ഞിട്ടും അങ്ങയ്ക്ക് എന്തുകൊണ്ട് ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല? ദുഷ്ടന്മാരായിരിക്കുന്നവരിൽ ദുഷ്ടതയും ക്രൂരതയും കൂടി വന്നു ചേർന്ന് കഴിഞ്ഞാൽ അവർ അന്ധരായി മാറപ്പെടുന്നു. അങ്ങ് ഒരു വലിയ അന്ധനായിട്ട് തന്നെ അങ്ങ് മാറിയല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര പ്രയാസം തോന്നുന്നു. കാരണം എൻ്റെ സഹോദരൻ ഇത്രമാത്രം നശിക്കുന്നല്ലോ എന്ന് ഞാൻ ഭയക്കുന്നു. പക്ഷേ എന്നിരുന്നാലും അങ്ങ് എന്താണോ എന്നോട് ആജ്ഞാപിക്കുന്നത് അത് ശിരസാ വഹിക്കുവാൻ, അത് കേൾക്കുവാൻ ഞാൻ തയ്യാറാണ് എന്ന് കുംഭകർണൻ പറഞ്ഞു. അങ്ങനെ കുംഭകർണനെ യുദ്ധത്തിനായിട്ട് പറഞ്ഞു വിടുകയാണ്. അങ്ങനെ കുംഭകർണന് യുദ്ധത്തിനായി പോവുകയും കുംഭകർണനെ യുദ്ധത്തിൽ രാമൻ വധിക്കുകയും ചെയ്തു. കുംഭകർണൻ്റെ വധം, കുംഭകർണൻ മരിച്ചു എന്ന് അറിഞ്ഞ രാവണൻ മോഹാത്സ്യപ്പെട്ടു വീണു. ഇനി എന്താണ് അടുത്ത മാർഗം എന്നിരിക്കുമ്പോഴാണ് മേഘനാഥൻ്റെ അതികായകൻ്റെ വധം.
അതിനിടയിൽ നാരദൻ വരുന്നുണ്ട്. നാരദൻ വന്ന് ഭഗവാനെ സ്തുതിക്കുന്നുണ്ട്. ഭഗവാനെ സ്തുതിച്ച് അനുഗ്രഹങ്ങളൊക്കെ സ്വീകരിച്ചു കൊണ്ടുപോയി. അതിനുശേഷം കുംഭകർണൻ്റെ ഈ മരണവൃത്താന്തം മനസ്സിലാക്കിയ അപ്പോൾ തന്നെ രാവണന് ഏറ്റവും കൂടുതൽ പ്രയാസമുണ്ടായി. ഈ മോഹാത്സത്തിൽ നിന്ന് ഉണർന്ന രാവണൻ ഓരോന്ന് പറഞ്ഞ് വിലപിക്കാൻ തുടങ്ങുമ്പോൾ രാവണൻ്റെ മുമ്പിൽ ത്രിശിരസ്സും അതികായനും ദേവാന്തകനും നരാന്തകനും മഹോദനും മഹാപാർശനും മത്തനും ഉന്മത്തനും തുടങ്ങിയ 8 ശക്തന്മാരായിരിക്കുന്ന രാക്ഷസ വീരന്മാർ പോരിനായിട്ട് പോകാനായി തൊഴുതുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ യുദ്ധത്തിനായിട്ട് പോകാൻ തുടങ്ങുന്നു, യുദ്ധം ജയിച്ചു വരാനായിട്ട് അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ യുദ്ധത്തിനായിട്ട് അവർ പോയെങ്കിലും അവിടെ എല്ലാ തരത്തിലും ഈ രാക്ഷസന്മാരെ ഇല്ലായ്മ ചെയ്തുകൊണ്ടാണ് രാമനാദികളായിരിക്കുന്ന ലക്ഷ്മണനും ഹനുമാനുമൊക്കെ അവിടെ ഉണ്ടാകുന്നത്. അതിനുശേഷമാണ് ഏറ്റവും ശക്തനായിരിക്കുന്ന ഇന്ദ്രജിത്തിൻ്റെ വരവ്. ഇന്ദ്രജിത്തിൻ്റെ കയ്യിൽ ബ്രഹ്മാസ്ത്രമുണ്ട്. അതിൽ പല അസ്ത്രങ്ങൾ ഉപയോഗിച്ചു. ഈ അസ്ത്രങ്ങൾ ഉപയോഗിച്ചപ്പോൾ തന്നെ ലക്ഷ്മണൻ തുടങ്ങിയ വാനരന്മാരുടെ എല്ലാവരുടെയും അവർ മോഹാത്സ്യപ്പെട്ടു വീണു എന്നാണ് പറയുക. അങ്ങനെ എല്ലാവരും മോഹാത്സ്യപ്പെട്ട് വീണ് കഴിഞ്ഞപ്പോൾ ഇത് കണ്ട വിഭീഷണൻ ഓടി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഈ കൂട്ടത്തിൽ ഹനുമാൻ എവിടെയെങ്കിലും കിടപ്പുണ്ടോ? പലരും മരിച്ചുപോയി എന്ന് കരുതുന്നു, അതുപോലെയാണ് കിടക്കുന്നത്. പക്ഷേ ഹനുമാന് മാത്രം ഒന്നും സംഭവിക്കില്ല. നിങ്ങൾ എത്രയും വേഗം ഹനുമാനെ എൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരൂ. ഇതിൽ നിന്നും വിജയിക്കാനുള്ളൊരു മാർഗം ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഉടൻ തന്നെ എല്ലാവരും കൂടി ചേർന്ന് ഹനുമാനെ അന്വേഷിച്ചു. ഹനുമാനെ കണ്ടെത്തി. ഹനുമാൻ മരിച്ചിട്ടില്ല, ഹനുമാൻ യാതൊരു കുഴപ്പവുമില്ല. ഹനുമാനെ അടുത്ത് കൊണ്ടുവരുമ്പോൾ വിഭീഷണൻ പറയുന്നുണ്ട്, അല്ലയോ ഹനുമാനെ, കൈലാസപർവ്വതത്തിൻ്റെ അടുത്ത് ഋഷഭാദ്രിയിൽ നീ പോകണം. അവിടെ 4 വിധത്തിലുള്ള ദിവ്യ ഔഷധങ്ങളുണ്ട്. അവയുടെ പേരുകൾ ഞാൻ പറയാം, നീ കേട്ടുകൊള്ളൂ. മുന്നിൽ നിൽക്കുന്നത് വിശല്യകരണിയും, രണ്ടാമത് നിൽക്കുന്നത് സന്താനകരണിയും, മൂന്നാമത് നിൽക്കുന്നത് സുവർണകരണിയും, നാലാമത് നിൽക്കുന്നത് മൃതസഞ്ജീവനിയുമാണ്. ഈ ഉയർന്ന മലകൾക്ക് മുകളിൽ നിൽക്കുന്ന ഈ ഔഷധങ്ങൾ എത്രയും വേഗം നീ ഇവിടെ കൊണ്ടുവരണം. അപ്പോൾ കൊണ്ടുവന്ന് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഏറ്റവും ഇവരുടെ എല്ലാം ഈ ഇപ്പോൾ ബാധിക്കപ്പെട്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ മാറും. നീ അതുകൊണ്ട് എത്രയും വേഗം നീ അതിനു വേണ്ടിയിട്ട് പുറപ്പെടാൻ പറഞ്ഞു. ഇത് കേട്ട മാത്രയിൽ ഹനുമാൻ സ്വാമി ഉടൻ തന്നെ ആ കൈലാസ പർവ്വതത്തിലേക്ക് പോയി. ആ കൈലാസപർവ്വതത്തിൽ ചെന്ന് അവിടോട്ട് പോകുന്ന സമയം, അതായത് ഹനുമാൻ സ്വാമി സഞ്ജീവനിയും ഔഷധങ്ങൾ സ്വീകരിക്കാനായി പോകുന്നു എന്ന് ദൂതന്മാരായിട്ട് അറിഞ്ഞ രാവണൻ എന്തെങ്കിലും ഒരു തടസ്സമുണ്ടാക്കണം, അതിനെന്താണ് ഒരു മാർഗമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് കാലനേമിയുടെ അടുക്കലേക്ക് ചെല്ലുന്നു. അങ്ങനെ കാലനേമിയുടെ അടുക്കലേക്ക് ചെന്നിട്ട് രാവണൻ രാക്ഷസശ്രേഷ്ഠനായിരിക്കുന്ന കാലനേമിയുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു സാഹചര്യമുണ്ട്, അങ്ങ് എന്നെ വന്ന് സഹായിക്കണം. അപ്പോൾ കാലനേമി പറഞ്ഞു, രാവണ, നിനക്കിപ്പോഴും നിനക്കൊന്നും മനസ്സിലാവുന്നില്ല. നിൻ്റെ പ്രിയപ്പെട്ട സഹോദരനായിരിക്കുന്ന ശക്തനായിരിക്കുന്ന കുംഭകർണൻ മരിച്ചിട്ട് പോലും നീ എന്താ ഇങ്ങനെയാകുന്നത്? നീ ഇനിയെങ്കിലും ഒന്ന് തിരിച്ചു വരൂ. നിനക്ക് ഇപ്പോഴും സമയമുണ്ട്. രാമൻ്റെ അടുക്കൽ കൊണ്ടുപോയി സീതയെ കൊണ്ടുപോയി കൊടുത്തിട്ട് നിൻ്റെ വാശിയും വൈരാഗ്യങ്ങളും എല്ലാം നീ കളയൂ. നീ കളഞ്ഞുകൊണ്ട് നീ നന്മയുടെ തലത്തിലേക്ക്, ധർമ്മത്തിൻ്റെ പദത്തിലേക്ക് നീ വരൂ എന്ന് കാലനേമി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ഈ രാവണനെ സംബന്ധിച്ചിടത്തോളം രാവണൻ അത് കേൾക്കുവാൻ തയ്യാറായില്ല. ഇപ്പോൾ രാവണൻ പറയുന്നുണ്ട്, ഞാൻ ഉടൻ തന്നെ നിങ്ങളെ വധിച്ചു കളയും. ഞാൻ നിങ്ങളെ വധിക്കാനായിട്ട് തയ്യാറാകുന്നു. എന്തു വേണമെന്ന് ചോദിക്കുമ്പോൾ കാലനേമി പറയുന്നുണ്ട്, ഈ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത് നല്ല ജനനത്തെക്കാൾ ഉപരി നല്ല മരണമാണ് ഏറ്റവും വലിയ ഭാഗ്യം. നമ്മൾ പ്രാർത്ഥിക്കത്തില്ലേ, അനായാസേന മരണം ദേഹിമേയും കൃപയാം ശംഭോ. ഭഗവാനെ, എനിക്ക് എത്രയെത്ര ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നാലും ഭഗവാനെ, സ്വസ്ഥമായിട്ട് എനിക്ക് മരിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണേ ഭഗവാനെ എന്ന് നമ്മൾ പ്രാർത്ഥനയിലൊക്കെ ഭഗവാൻ മഹാദേവനോട് പ്രാർത്ഥിക്കാറുള്ളത് പോലെ ഈ കാലനേമി പറയുന്നുണ്ട്, രാവണ, ജനിച്ചത് എവിടെയാണെന്നോ വളർന്നത് എവിടെയാണെന്നോ ഒന്നുമല്ല കാര്യം. ഒരു നല്ല മരണമാണ് ഏറ്റവും വലിയ ഭാഗ്യമെന്നറിഞ്ഞുകൊള്ളണം. എനിക്ക് ആഗ്രഹവും അങ്ങനെ ഒരു നല്ല മരണമാണ് ഇനിയും എനിക്ക് ആഗ്രഹിക്കുന്നത്. അത് നിൻ്റെ കൈകൊണ്ടാവരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നീ എന്തു പറഞ്ഞാലും ഞാനിപ്പോൾ കേൾക്കാം. മരണമാണ് അതിൻ്റെ ഫലമെന്ന് ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ അങ്ങനെ കാലനേമി ഉടൻ തന്നെ
ഈ പോയിരിക്കുന്ന ഹനുമാനെ തടസ്സം ചെയ്യാനായിട്ട് പോകുന്നു. അപ്പോൾ പോകുന്ന വഴിയിൽ ഹനുമാനെ കണ്ടിട്ട് പറയുന്നുണ്ട്, ഒരു താപസവേഷധാരിയായി കാലനേമി മാറിയിട്ട് പറയുന്നു, നീ ഇവിടെ വന്ന് വിശ്രമിക്കൂ. നീ വിശ്രമിച്ച് കഴിയുമ്പോൾ നിനക്ക് വേണ്ട ദിവ്യമായിരിക്കുന്ന ഔഷധങ്ങളൊക്കെ ഞാൻ എടുത്തു തരാം എന്ന് പറയുന്നു. അവിടെ നിന്നും കണ്ണടച്ച് നീ ഇരിക്കാൻ പറയുന്നു. അങ്ങനെ കണ്ണടച്ചിരിക്കുമ്പോൾ ഒരു വലിയ പെൺമുതല വന്ന് ഹനുമാനെ വിഴുങ്ങാനായി ശ്രമിക്കുന്നുണ്ട്. ഈ പെൺമുതലയുടെ സാന്നിധ്യം മനസ്സിലാക്കിയ ഹനുമാൻ ഇതിൻ്റെ 2 വായിലും പിടിച്ച് 2ആയി പിളർന്ന് ഇതിനെ കൊല്ലുന്നുണ്ട്. അപ്പോൾ ഇതിനെ കൊന്നു കഴിഞ്ഞപ്പോഴേക്കും ഇതിൻ്റെ ശരീരത്തിൽ നിന്നും ദിവ്യമായിരിക്കുന്ന ഒരു ചൈതന്യം പുറത്തു വന്നിട്ട് പറഞ്ഞു, ഞാനൊരു അപ്സരസ്ത്രീയാണ്. ഈ ദേവന്മാരുടെ അടുക്കൽ നിന്നും ശാപം കിട്ടിയാണ് ഞാൻ ഈ ഒരു നിലയിലേക്കായത്. എന്തായിരുന്നാലും ഹനുമാനിലൂടെ എനിക്ക് അതിന് ശാപമോക്ഷം കിട്ടിയിരിക്കുന്നു. ഞാനൊരു കാര്യം ഞാൻ അങ്ങയോട് പറയാം. അങ്ങയെ കാണാനായിട്ട് അവിടെ കാത്തിരിക്കുന്നത് കാലനേമി എന്ന് പറയുന്ന അസുരനാണ്. നീ അവനെ കൊന്നു വേണം നീ ഇവിടെ നിന്ന് പോകാൻ. ഉടൻ തന്നെ ഹനുമാൻ സ്വാമി അവിടേക്ക് ചെല്ലുകയും കാലനേമി ഒരു താപസ വേഷം ധരിച്ച കാലനേമിയെ കൊന്ന് അവിടെ നിന്നും ഈ ദിവ്യമായിരിക്കുന്ന ഔഷധം ഇരിക്കുന്ന ആ പർവ്വതത്തെ തന്നെ എടുത്തുകൊണ്ട് യുദ്ധസ്ഥലത്തേക്ക് വരികയാണ്. കാരണം ആ പർവ്വതസ്ഥലത്ത് ചെല്ലുമ്പോൾ ഏതാണ് യഥാർത്ഥമായിരിക്കുന്ന ഔഷധമെന്ന് മനസ്സിലാക്കാൻ ഹനുമാന് സാധിക്കാതെ വന്നു. അതുകൊണ്ട് എല്ലാം കൂടി ഇരിക്കുന്ന ആ പർവ്വതം തന്നെ ഇഞ്ഞ് കൊണ്ടുവന്ന് കാണിച്ചു. അവിടെ ഈ പർവ്വതം കൊണ്ടുവന്നപ്പോൾ തന്നെ അതിലൂടെ അടിച്ച കാറ്റേറ്റപ്പോൾ തന്നെ വാനരന്മാരെല്ലാവരും ഉണർന്നു എന്നാണ് പറയുന്നത്. ദിവ്യമായിരിക്കുന്ന ഔഷധം കഴിച്ച് ലക്ഷ്മണനും ഉണർന്നു. ആ യുദ്ധമെല്ലാം വളരെ അതിഗംഭീരമായി കഴിഞ്ഞിട്ടാണ് ആ ഇന്ദ്രജിത്തിനെ കൊല്ലാനായിട്ട് ദിവ്യൌഷധം കഴിച്ച ലക്ഷ്മണൻ തയ്യാറാകുന്നത്. ലക്ഷ്മണന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അനേക വർഷക്കാലം ഉറങ്ങാതെ രാപകലുകൾ ഉറങ്ങാതെ ഇരിക്കുന്ന ഒരാൾക്ക് ഇന്ദ്രജിത്തിനെ കൊല്ലാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ആ 14 വർഷക്കാലം ലക്ഷ്മണൻ ഉറങ്ങാതിരുന്നത് എന്നുള്ളത് മറ്റൊരു പരമാർത്ഥമാണ്. അങ്ങനെ നമ്മളുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടായെങ്കിൽ ആ ലക്ഷ്യത്തെ സ്വീകരിക്കാനും അതിനെ ഉൾക്കൊള്ളുവാനുമൊക്കെ നമ്മൾ ഏത് വിധേനയാണോ നമ്മൾ തയ്യാറാകുന്നത് അവിടെയാണ് നമ്മളുടെ യഥാർത്ഥമായിരിക്കുന്ന വിജയം. നമ്മളൊരു വിഷയത്തിൽ ജയിക്കുന്നതിലല്ല കാര്യം, അവിടെ വിജയിക്കുന്നതിലാണ് പ്രധാനമായിരിക്കുന്ന കാര്യം. അപ്പോൾ അങ്ങനെ ഇന്ദ്രജിത്തിനെ കൊന്ന് അവിടെ അദ്ദേഹം ഏറ്റവും വലിയ ശ്രേഷ്ഠത്വമുള്ളവനായിട്ട് അവിടെ ലക്ഷ്മണൻ മാറുകയാണ്. ഇനിയുമുള്ളത് ഏറ്റവും പ്രധാനമായിരിക്കുന്ന ഒരു ഭാഗമാണ്. ഇനിയും 2 ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ ഈ കർക്കിടക മാസം പൂർണ്ണമാകുകയാണ്. രാമകാവ്യം ഭഗവാൻ ഉള്ളനാട് ഉണ്ണിക്കണ്ണൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. അതിനൊരു സൗഭാഗ്യം ഭഗവാൻ നൽകട്ടെ. അതിനുശേഷം നമുക്കുണ്ടാകുന്നതൊരു പുതുവർഷമാണ്. ഈ പുതുവർഷത്തിൽ നല്ലവരായിരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും നന്മയുള്ളൊരു പുതുവർഷമായിട്ട് ഭഗവാൻ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉളനാട് ഉണ്ണിക്കണ്ണൻ്റെ അടുക്കൽ നിന്നും പുതുവർഷത്തിൽ സമ്മാനങ്ങൾ മേടിക്കാനും അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും മേടിക്കാനും ഒക്കെ എൻ്റെ പ്രിയ സജ്ജനങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നമുക്ക് നാളെ വീണ്ടും കാണാം. നമസ്കാരം.